നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി അൻസിബ. താൻ അമ്മയിൽ നിന്ന് രാജിവെക്കാൻ കാരണം ടിനി ടോമാണ്. കമ്മിറ്റിയിൽ അഭിപ്രായം പറഞ്ഞതിന് വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്. മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്നുവരെ ടിനി ടോം പ്രചാരണം നടത്തി. ജിഹാദി എന്ന മുദ്ര കുത്താൻ ശ്രമിച്ചുവെന്നും അൻസിബ പറയുന്നു. ഞാൻ അമ്മയിൽ നിന്ന് രാജിവെച്ചതിന്റെ പ്രധാന കാരണം ടിനി ടോം ഏട്ടൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ഗ്യാങ് ഉണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോ ഞാന് കമ്മിറ്റിയില് പല കാര്യങ്ങളും വരുമല്ലോ. അപ്പോ യോജിച്ചു പോകേണ്ട തീരുമാനമാണെങ്കിൽ ഞാൻ യെസ് പറയാറുണ്ട്. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളോട് ഞാൻ അത് തെറ്റാണ് ചെയ്യരുതെന്നും പറയാറുണ്ട്. അപ്പോ അതിന്റെയൊക്കെ പേരിൽ ഒരാളോട് വ്യക്തിവൈരാഗ്യം വെക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. വ്യക്തിവൈരാഗ്യം മൂലം ഞാൻ അറിയാതെ തന്നെ പല മെമ്പേഴ്സിന്റെ ഇടയിലും എനിക്ക് അവിഹിത ബന്ധം ഉണ്ടെന്നുള്ള രീതിയിൽ കഥകൾ പ്രചരിപ്പിക്കുക. അതിനൊക്കെ അപ്പുറം ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നും അതും കൂടെ കേട്ടപ്പോ നീ വയ്യാണ്ടായി, ഇനി അവിടെ നിൽക്കേണ്ടെന്ന് തോന്നി. അതാണ് രാജിവെച്ചത്. അപ്പൊ ഞാനന്ന് രാജിവെച്ച സമയത്ത് ഇതാണ് റീസൺ എന്ന് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ അതിന്റെ ട്രോമയിലായിരുന്നു. പിന്നെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിനെ കൊണ്ട് ഒരു വ്യാജ പരാതി എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാനൊരു 3 മണിക്കൂറോളം ആ പോലീസ് സ്റ്റേഷനിൽ ഹറാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങിപ്പിച്ചു. അത് വലിയ ട്രോമയായിരുന്നു എനിക്ക്. കാരണം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നത്. ഇത്ര എല്ലാം കൂടെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇനി അവിടെ നിൽക്കാൻ പാടില്ല. എനിക്കിത് എല്ലായിടത്തും പറയാനും പറ്റുന്നില്ല. പരാതിയല്ല, അമ്മയിൽ ഒഫീഷ്യലായിട്ട് ഞാൻ റെസിഗ്നേഷൻ ഫെബ്രുവരി 21 ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റീസൺ ഞാൻ ഇത് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ ജോലി തിരക്ക് കാരണം രാജിവെക്കുന്നു എന്നാണ് ഇട്ടിരുന്നത്. അപ്പോ ജനറൽ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് യഥാർത്ഥ റീസൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ജനറൽ സെക്രട്ടറി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതൊരു നോട്ട് ഇട്ട് തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിനി ടോളറേറ്റ് ചെയ്യാൻ വയ്യ ചേച്ചി. ഞാൻ പല അഭിപ്രായങ്ങളും കമ്മിറ്റിയിൽ ഇരുന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും എന്നെ ടോർച്ചർ ചെയ്തത്. അപ്പൊ ഇനിയും ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇനിയും ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. എനിക്ക് അതിനുള്ള സമയവും ഇല്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ചേരുകയാണ്. ഷീന, എന്തുകൊണ്ടാണ് അൻസിബയ്ക്ക് രാജിവെക്കേണ്ടി വന്നത്? അമ്മ എന്ന സംഘടനയിൽ നിന്ന് ടിനി ടോം എന്ന നടനിൽ നിന്ന് എന്തൊക്കെ ദുരനുഭവങ്ങളാണ് അൻസിബയ്ക്ക് നേരിടേണ്ടി വന്നത്? ദിവ്യ, വളരെ പ്രതീക്ഷയോടെ കയറിയ ഒരു പുതിയ നേതൃത്വമാണ്, വനിതാ നേതൃത്വമാണ്. നമുക്കറിയാവുന്നതുപോലെ വിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ മോഹൻലാലിന്റെ രാജി, അതിനൊടുവിൽ പിന്നീട് ശ്വേതാ മേനോൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഒരു വനിതാ നേതൃത്വം അമ്മയിൽ ചുമതലയേൽക്കുകയാണ്. അതിനുശേഷമാണ് പിന്നീട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അൻസിബ രാജിവെക്കുന്നത്. തൊട്ടു പിന്നാലെ അൻസിബയുടെ രാജിക്ക് തൊട്ടു പിന്നാലെ ആ രാജിയുടെ കാരണവും വ്യക്തമാക്കുകയാണ്. വളരെ വൈകാരികമായാണ് അൻസിബ നമ്മളോട് പ്രതികരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനും പറയാറുണ്ട് എന്നാണ് അൻസിബ പറഞ്ഞത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് തന്നോട് വ്യക്തിവൈരാഗ്യം കാത്തു സൂക്ഷിച്ചു. ടിനി ടോമാണ് അതിന് ഉത്തരവാദി. ഇത്തരത്തിൽ തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ക്രൂശിച്ചു. അതുപോലെ തന്നെ മതപരിവർത്തനം നടത്തി എന്ന് പ്രചരിപ്പിച്ചു. ജിഹാദി എന്ന് മുദ്ര കുത്തി എന്നുള്ള അങ്ങനെയൊക്കെയാണ് ടിനി ടോമിനെതിരായുള്ള ആരോപണങ്ങൾ പ്രധാനമായും പറയുന്നത്. ടിനി ടോം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ പലരിൽ നിന്നും താൻ അറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും അമ്മയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മാത്രം അത് മറ്റാരോടും പങ്കുവെക്കാൻ തയ്യാറാകാതെ താൻ ഇറങ്ങി പൊയ്ക്കോളാം എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. പക്ഷേ രാജിക്ക് ശേഷവും ഇതേ തരത്തിൽ തന്നോടുള്ള ഈ വ്യക്തിവൈരാഗ്യം തുടരുന്നു. തന്നെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ പറഞ്ഞു, അവിഹിത കഥകൾ പടച്ചുവിടുകയാണ്. പലരിൽ നിന്നും അത് കേൾക്കേണ്ടി വന്നതിനാലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലിന് പോലും അൻസിബ തയ്യാറായിട്ടുള്ളത്. ദിവ്യ.